സ്വന്തം മക്കളെക്കാൾ സ്നേഹിച്ച് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വിവാഹം നടത്തി കൊടുത്ത സുഭദ്ര. സുഭദ്രയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ. കൊച്ചിയിലാണ് അവർ താമസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ പ്രദേശം എന്ന് പറയുന്നത് തന്നെ ആളുകൾക്ക് അത്ഭുതമാണ്. കാരണം തൊട്ടടുത്ത് വീടുകളാണ്. എപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നതെന്ന് പോലും ആളുകൾക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നമ്മളെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. മാത്യൂസും ഷർമിളയും അവരാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. അവരെ കാണാനില്ല, മുങ്ങിയിരിക്കുകയാണ്. ഈ ആലപ്പുഴ ആളുകളെയൊക്കെ ഇപ്പൊ തല്ലിക്കൊന്ന് കുഴിച്ചിടുന്ന ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിരന്തരം ആലപ്പുഴയിൽ ഇങ്ങനെ ഇത് തന്നെ പറയുന്നത്. കുഴിക്കാൻ എളുപ്പമുള്ള സ്ഥലം കേട്ടോ ഈ ആലപ്പുഴ. കുഴിക്കാൻ എളുപ്പം, മണ്ണ് എളുപ്പം ഇളകി കിടക്കുന്ന സ്ഥലമാണ്. നല്ല എപ്പോഴും സമുദ്രനിരപ്പാണല്ലോ. നമ്മളെ എവിടെ ചെന്ന് കുത്തിയാലും വെള്ളം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. ചുറ്റും വെള്ളം ഉണ്ടെന്നാൽ കുടിക്കാൻ നല്ല വെള്ളം കിട്ടത്തില്ല. അങ്ങനെ ഒരു സ്ഥലമായത്. അപ്പോ പിന്നെ ഇത് സുഭദ്ര, 73 വയസ്സുണ്ട് സുഭദ്രയ്ക്ക്. അവർ ഈ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു കടവന്ത്രയിൽ. അപ്പോൾ അവരുടെ പിന്നെ കഴിഞ്ഞ മാസം മുതൽ അവർ മിസ്സിംഗ് ആണ്. ഓഗസ്റ്റ് 4-ാം തീയതിയാണ് കടവന്ത്ര പോലീസിന് ഇത് സംബന്ധിച്ചൊരു പരാതി ലഭിക്കുന്നത്. ഈ ഒരു പരാതി ലഭിച്ചിട്ട് മകൻ കൊണ്ടുവന്ന് കൊടുത്തു, പരാതി കൊടുത്തു. അപ്പൊ ഈ പോലീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സുഭദ്രയുടെ കോൾ ലിസ്റ്റ് കിട്ടുന്നത് ഓഗസ്റ്റ് 9-ാം തീയതി ഇവർക്ക് കോൾ ലിസ്റ്റ് കിട്ടി. കോൾ ലിസ്റ്റ് കിട്ടിയ ശേഷം ഓഗസ്റ്റ് 10-ാം തീയതി നോക്കിയപ്പോ പിന്നെ ഇതില് മാത്യൂസിനെയാണ് സുഭദ്ര അവസാനം വിളിച്ചിരിക്കുന്നത്. അയാൾ കലവൂരുകാരനാണ്, കലവൂർ സ്വദേശിയാണ്, ആലപ്പുഴ കലവൂരില്. അപ്പൊ അവരെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പോലീസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് പോലീസ് ഈ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് കലവൂരിലാണ്. അതിനുശേഷം ഈ ഫോൺ ഓഫ് ആയിരിക്കുകയാണ്. അങ്ങനെ ഇതിന് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഓഗസ്റ്റ് 10-ാം തീയതി പോലീസ് മാത്യൂസിനോട് വരാൻ പറഞ്ഞു. ഈ വരാൻ പറഞ്ഞതിന് തൊട്ട് പിന്നാലെ ഇയാൾ മുങ്ങി. എന്നിട്ട് പോലീസ് ഇതിങ്ങനെ പിന്നെ ഇവനെ തപ്പി നാട് മൊത്തം തപ്പി നടന്നു. ചേട്ടാ അവിടെ മണ്ണളായി കിടക്കുക, അത് നോക്കുന്നില്ല. പോലീസ് ഭയങ്കര അന്വേഷണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഒരു പിന്നെ ലൊക്കേഷൻ വന്ന് തപ്പണ്ടായി, വീട്ടിൽ വന്ന് തപ്പണ്ടായി, വീടും പൂട്ടി ഒരുത്തന്റെ അടുത്ത് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞപ്പോ അവൻ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിലിട്ട് പോയി. മനസ്സിലായില്ലേ? നിങ്ങൾ വിളിച്ചപ്പോ അവൻ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ കള്ളനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവനെ പൊക്കണ്ട എടുത്ത സൂട്ടി. അതിന്റെ ഇടയ്ക്ക് അവൻ നാട്ടിൽ വന്നു. അവന്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി അവനും അവന്റെ ഭാര്യ ഷർമിള ഉടുപ്പിക്കാരിയാണ്. അതെ. അപ്പൊ ഉടുപ്പിയിലും മംഗലൂരുവിലും ഒക്കെയാണ് കർണാടക കേന്ദ്രീകരിച്ച ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരൊരു അനാഥ മന്ദിരത്തിലെ അന്തേവാസിയായിരുന്നു ഈ ഷർമിള. അങ്ങനെ അനാഥ മന്ദിരത്തിലെ അന്തേവാസിയായി ഇരിക്കെയാണ് ഇവര് ഈ സുഭദ്രയെ പരിചയപ്പെടുത്തുന്നത്. സുഭദ്ര വഴിയാണ് മാത്യൂസിലേക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത്. സുഭദ്ര വഴി ഉള്ള ഏർപ്പാടാണ് അത്. ഈ മാത്യൂസിന്റെ സഹോദരി ഒരു സിസ്റ്ററാണ്, ഒരു കോൺവെന്റിലെ സിസ്റ്ററാണ്. അപ്പൊ ആ സ്ത്രീ വഴിയാണ് മാത്യൂസിലേക്ക് വിവാഹം എത്തിച്ചു കൊടുത്തത്. മാത്രമല്ല ഈ മാത്യൂസും ഷർമിളയും കൂടെ അവിടെ വെള്ളം ഒഴിച്ച് അലമ്പായിരുന്നു. ഭാര്യയും ഭർത്താവും അവിടെ കിടന്ന് അടിയായിരുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്, ഇഷ്ടമുണ്ട്. ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചിരുന്ന് അടിച്ചിട്ട് അടിച്ച് ഫിറ്റാകുമ്പോഴത്തേക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയാവും, അവിടെ കിടന്ന് അടി കൂടും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലൊക്കെ കേസായിട്ട് പലരും വരുന്നുണ്ട്. ഇത് കുടുംബ പ്രശ്നം എന്നൊക്കെ പരാതി ഇട്ട് കൊടുക്കും. ഭാര്യ ഉണ്ടെന്ന് പരാതി കൊടുക്കും, ഭർത്താവിനെ എടുത്തിട്ട് ഇടിച്ചത്. അന്വേഷിച്ചു ചെല്ലുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ വീട്ടിൽ ഇരുന്ന് വെള്ളമടിയായിരുന്നു. വെള്ളം അടിച്ചിട്ട് ഇവർക്ക് വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് നമ്മൾ പറയാറില്ലേ ആരെങ്കിലുമൊക്കെ മെക്കിട്ട് കയറണം. ഇത് ഒരുമിച്ചിരുന്ന് അടിച്ചവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മെക്കിട്ട് കയറി ആകെ വിഷയങ്ങൾ ഉണ്ടാക്കിക്കളെ. അപ്പൊ ഇവരവിടെ വിഷയമായിരുന്നു. ഇവരോട് നമ്മൾ പലപ്പോഴും പറയുന്നത്, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ മറ്റുള്ളവരെ വിശ്വാസത്തിലെടുക്കുമ്പോൾ അവരെ പറ്റി അന്വേഷിക്കണം. നമുക്കൊരു ആശ്രയമായിട്ട് ആരെങ്കിലും ഒക്കെ വരുന്നു എന്നൊക്കെ തോന്നലിൽ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ് അവരോട് കൂടാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. എനിക്ക് തോന്നുന്നു ഇവര് ഈ സുഭദ്ര ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു സ്ത്രീ. അതെ ക്ഷേത്രങ്ങൾ അങ്ങനെയാണ് ഇവര് പരിചയപ്പെട്ടു, ഷർമിളയെ പരിചയപ്പെട്ടതെന്നാണ്. ഹോസ്റ്റൽ എങ്ങാണ്ട് നടത്തിയിരുന്നു. അതെ കടവന്ത്രയിൽ അങ്ങനെയാണ് ഇവര് പരിചയപ്പെടുന്നത്. അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഒന്നും തന്നെ ഇല്ല ശരീരത്തിൽ. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ബോഡിയിൽ സ്വർണ്ണാഭരണങ്ങൾ ഒന്നുമില്ല. മിക്കവാറും സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയായിരിക്കും. പണയം വെച്ച് 27,000 രൂപ ആലപ്പുഴയിൽ ഒരിടത്ത് പണയം വെച്ചിട്ട് 27,000 രൂപ പിന്നെ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇയാൾക്ക് 27,000 രൂപ ഈ മാത്യൂസിന് കിട്ടിയിട്ടുണ്ട്. ആ മാത്യൂസിന് 27,000 രൂപ ഗൂഗിൾ പേ വഴിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ അന്വേഷിച്ചപ്പോ സുഭദ്രയുടെ സ്വർണ്ണാഭരണം അവരുടെ പണയം വെച്ചേക്കുന്നത്. പിന്നെ ബാംഗ്ലൂരിലും പണയം വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ കർണാടക കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. പൊക്കും എന്തായാലും രണ്ടിനെ പോലീസ് പിടിക്കും.
അങ്ങനെ മുങ്ങാൻ പറ്റൂല, അല്ലാതെ പറ്റത്തില്ല. അങ്ങനെ മുങ്ങാനൊന്നും പറ്റത്തില്ല. അങ്ങനെ എല്ലാ കാലത്തും മുങ്ങി നടക്കാൻ അതിപ്പോ ഈ ഇത്രയും CCTV ഉള്ള കാലത്ത് എളുപ്പമല്ല. മുങ്ങി നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. എവിടെങ്കിലും വെച്ച് പോലീസ് സ്പോട്ട് ചെയ്യും. ഇപ്പം ബാക്കിയുള്ള ഇപ്പം എന്താ പറയാ, ഇവർക്ക് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോവാ. ലുക്കൌട്ട് പുറപ്പെടുവിച്ചുള്ള ഗുണം എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പോകും. ഇപ്പൊ എന്തെങ്കിലും ഇന്ത്യ വിട്ടു പോകുക നടക്കത്തില്ലല്ലോ, അതൊന്നും നടക്കത്തില്ല. രാജ്യം വിട്ടു പോകുക എന്നുള്ള കാര്യം നടക്കത്തില്ല. ഇതിപ്പോ ഈ സ്ത്രീയെ രണ്ടുപേരും കൂടെ ചേർന്ന് തല്ലിക്കൊന്നതാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഉള്ള ബോധ്യം. ഈ സ്ത്രീ കാലില് മുട്ടുവേദനയുള്ള ആളാണ്, മുട്ടുവേദന അനുഭവപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അവരുടെ കാലില് ഇത് ചുറ്റിയിട്ടുണ്ടായിരുന്നു, ഈ ബാൻഡേജ് ചുറ്റിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഇവരാണെന്ന് ബോധ്യപ്പെട്ടത്, മക്കള് തിരിച്ചറിഞ്ഞത്. മാത്രമല്ല ഈ കാണാതായതിനു ശേഷം ഇവരെ പറ്റിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ഇവർ ഈ ശർമിളയ്ക്കൊപ്പം നടന്നു പോകുന്ന ഒരു CCTV ദൃശ്യം കിട്ടിയിട്ടുണ്ട്. ഒരു CCTV കിട്ടി. ആ CCTVയിൽ ഇവര് ശർമിളയ്ക്കൊപ്പം നടന്നു പോകുന്നത് ഉണ്ട്. അപ്പോൾ പോലീസിന് ബോധ്യപ്പെട്ടു ഇത് ഇങ്ങനെയാണെന്ന്. എന്നിട്ട് അത് മാത്രമല്ല, അതിനു മുമ്പ് അവിടെ ഇവര് വരുന്നതിന് മുമ്പ് അവിടെ കുഴി എടുക്കുന്നുണ്ട്. ഇവര് വരുന്നതിന് മുമ്പ് കുഴിയെടുത്തു. അജയൻ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടാണ് കുഴി എടുപ്പിച്ചത്. അജയൻ ഇപ്പൊ മെഡിക്കൽ കോളേജ് കിടക്കുക, പേടിച്ച്. അയാൾക്ക് മൈനർ അറ്റാക്ക് വന്നു, പേടിച്ചു പോയി ആള്. അജയന് പങ്കില്ലെന്നാണ് പോലീസ് പറയുന്നത്. അല്ല, അയാൾ ഒരു കുഴി എടുപ്പിച്ചു. ഒരു കുഴി എടുപ്പിച്ചപ്പം ഇയാൾ വന്ന് കുഴിയെടുത്തു. ആദ്യത്തെ ദിവസം വന്ന് പകുതി കുഴിയെടുത്തു. രണ്ടാമത്തെ ദിവസം വന്നപ്പം കുഴി മൂടിയിരിക്കുന്നു. കുഴി മൂടിയിരിക്കുന്നു. അപ്പൊ എന്താണെന്ന് ഈ മാത്യൂസിനോട് ചോദിച്ചപ്പോ മാത്യൂസ് പറഞ്ഞു, ഈ കുടുംബശ്രീക്കാരുണ്ടല്ലോ, അവര് വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടിയപ്പോ അതെടുത്ത് ഈ കുഴി അങ്ങ് മൂടിയതാ എന്ന് പറഞ്ഞു കൊടുത്തു. ഈ അജയൻ അത് വിശ്വസിച്ച് വീട്ടിൽ പോയി. ഇപ്പൊ പോലീസ് വന്ന് കുഴി മാന്തിയപ്പോഴത്തേക്ക് ബോഡി കിട്ടി. അത് കുഴിച്ചത് അജയനാ. അതോടുകൂടി പേടിച്ചു അജയൻ പേടിച്ചു പോയി. ഇപ്പൊ അജയൻ ഇപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജ് കിടക്കുക. അജയന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പോലീസ് പോയി എടുത്തിട്ടുണ്ട്. അപ്പൊ അയാൾ പറയുന്നത് എനിക്ക് അതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല, എനിക്കിത് അറിയത്തില്ലായിരുന്നു. എന്നോട് ഇങ്ങനെ ഇവരും കെട്ടിട നിർമ്മാണ പണിക്കാരാ, അവരും ജോലിക്കാർ, അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവരാണ്. അത് വാടക വീടാണ്. 2.5 വർഷമായിട്ട് അവിടെ താമസിക്കുകയാണ്. ഈ സുഭദ്ര അവിടെ വന്നു പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വന്നപ്പോ അവര് രണ്ടുപേരും കൂടെ തല്ലി കൊന്നു. ഒരു വലിയ സ്നേഹമായിരുന്നു. കാരണം സ്വന്തം മോളെ പോലെ സ്നേഹിക്കുകയും സ്വന്തം മകളാണ്. കല്യാണം എല്ലാം നടത്തി കൊടുത്തു. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇങ്ങനെയൊന്നും നമ്മൾ ആരെയും വിശ്വസിക്കാനൊന്നും പാടില്ല. ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ നമ്മൾ ആരെ വിശ്വസിക്കും? ഇതൊന്നും പോയി ആരത്തും കഥയൊന്നും പറഞ്ഞു കൊടുക്കാൻ പോകരുത്. ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ എങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്നേ. നമ്മള് കൊല്ലത്തെ ഒരു അപ്പച്ചന്റെ കഥ പറഞ്ഞില്ലേ, പാപ്പച്ചന്റെ കഥ പറഞ്ഞില്ലേ. പാപ്പച്ചൻ എന്തോ, പാപ്പച്ചൻ പോയി ആ മുത്തൂറ്റി പോയി അവളെടുത്ത് കഥ പറഞ്ഞു കൊടുത്തു. അവളുടെ കൂടെ അവളൊരുത്തനെയും കൂടെ പ്ലാൻ ചെയ്ത് കൊട്ടേഷനും കൊടുത്ത് പാപ്പച്ചനെ തട്ടി പാപ്പച്ചന്റെ കാശ് എടുത്ത് വെച്ചിട്ട് പാപ്പച്ചന്റെ കൊട്ടേഷൻ പാപ്പച്ചന്റെ അക്കൗണ്ടിൽ കിടന്ന പൈസ അവൾ അടിച്ചു മാറ്റിയിട്ട് പാപ്പച്ചനെ അവള് കൊട്ടേഷൻ കൊടുത്തു. എന്നിട്ട് പാപ്പച്ചനെ അവള് തട്ടി. എന്നിട്ട് അതൊന്നും പോരാഞ്ഞിട്ട് 10-18 പേരുടെ ലിസ്റ്റ് അവൾ ഉണ്ടാക്കി ഇനി തട്ടാനുള്ള. പിന്നെ അവൾ ലിസ്റ്റ് ഉണ്ടാക്കിയത് അടുത്തടുത്ത ആൾക്കാരുടെ അവള് കുറെ പേരുടെ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പാപ്പച്ചന്റെ പൈസ എടുത്ത് പാപ്പച്ചനെ അവള് തട്ടിയിട്ട് അവള് അത് കൊട്ടേഷനും കൊടുത്ത് അവളത് ആ മക്കൾ വന്ന് ആ പരാതി കൊടുത്തില്ലായിരുന്നേ പാപ്പച്ചൻ അപകട മരണമായി പോയേനെ. അപകട മരണമെന്നും പറഞ്ഞ് എല്ലാവരും എഴുതി തള്ളിയേനെ. വാഹനാപകടം അപകട മരണമെന്നും പറഞ്ഞ് എഴുതി തള്ളിയേനെ. ഇതാണ് ഞാൻ പറയുന്നത്. ഈ പാപ്പച്ചനും ചെയ്ത അബദ്ധം ഇതാ. പാപ്പച്ചൻ പോയി എല്ലാം കൂടെ അവിടെ പോയി അവളെടുത്ത് പറഞ്ഞു കൊടുത്തു. പാപ്പച്ചൻ അവളെ വിളിച്ച് ഫോൺ കോൾ എടുത്ത് നോക്കിയപ്പോ പാപ്പച്ചന്റെ പെണ്ണുമ്പിള്ളെ പോലും ഇത്രയും വിളിച്ചിട്ടില്ലെന്നേ. അവളെ വെട്ടിയോനെ പോലും പാപ്പച്ചനെ വിളിച്ചതിന്റെ അത്രയും വിളിച്ചിട്ടില്ല. മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കും. കോൾ ലിസ്റ്റ് എടുത്തപ്പോ മണിക്കൂറുകളോളം ഒരു ബാങ്ക് മാനേജർ പാപ്പച്ചനും തമ്മിലുള്ള ഫോൺ കോൾ. പാപ്പച്ചനെ ആദ്യം വളച്ചെടുക്കാൻ നോക്കി. അപ്പൊ പാപ്പച്ചന് മോളെ പോലുള്ള സ്നേഹമായിരുന്നു. അപ്പൊ മനസ്സിലായി ഇനി വളയ്ക്കാൻ പറ്റത്തില്ലെന്ന്. അതോടുകൂടി പാപ്പച്ചനെ തട്ടാൻ തീരുമാനിച്ചു. പാപ്പച്ചനെ തട്ടി. ഇത് അങ്ങനെയുള്ള കാര്യങ്ങളാ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ കുറെയൊക്കെ ഒരു ഏജ് കഴിയുമ്പോൾ ഈ മക്കളുമായിട്ട് ഒരു മാനസിക ചെറിയ കാര്യങ്ങൾക്ക് പോലും മക്കളുമായിട്ട് മാതാപിതാക്കളുണ്ട്. അപ്പൊ ഇവര് പിന്നെ സ്നേഹം കിട്ടുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ അങ്ങോട്ടങ്ങ് ചെയ്യും. അപ്പൊ പിന്നെ അവരെ വീട്ടിൽ പോയി താമസിക്കുക, അങ്ങനെയൊക്കെ നാട്ടിൻ പുറത്ത് കുറെ ആളുകളുണ്ട്. ഒരുപാട് പേരുണ്ട്. ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ആരെങ്കിലും ജോണേട്ടൻ പറയുന്നത് പോലെ ആരെങ്കിലും വന്ന് ഇത്തിരി സ്നേഹം കാണിക്കുമ്പോൾ ഇവരെ വിശ്വസിക്കും. ഈ ചിലപ്പോൾ നമ്മളെ ഈ വീട്ടിലൊക്കെ ഈ ഇതൊക്കെ ശേഖരിക്കാൻ വരുമല്ലോ, എന്താ ഈ പറയുന്ന പോലെ അനാഥാലയത്തിലേക്ക് ഡ്രസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വരുന്നവരുണ്ടല്ലോ. അതൊക്കെ അല്ലെങ്കിൽ ചിലരൊക്കെ തട്ടിപ്പാണ്. എല്ലാം വിശ്വാസമൊന്നും എടുക്കാൻ പറ്റൂല. ഈ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെന്തെങ്കിലും അവരുമായിട്ടൊക്കെ കമ്പനിയോ പിന്നെ അവിടെ വീട് വേണമെങ്കിലും അവർക്ക് എഴുതി കൊടുത്തു കളയും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് പിന്നെ എന്തോ സംസാരിച്ചാൽ മതി. അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക. കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഇഷ്ടംപോലെ ആപ്പുകളുണ്ടെന്നേ. ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്.
അതിൽ ഏതെങ്കിലും ഒരു ആപ്പിൽ ചെല്ലണം. ഈ ഡേറ്റിംഗ് ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും തെറ്റൊന്നുമില്ലല്ലോ. അതിൽ പോയിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളത് സംസാരിക്കാന്ന് പറഞ്ഞ് ഓടി കൂടെ സംസാരിച്ചാൽ മതി, കമ്പനി അടിക്കരുത്. അധികം കമ്പനി അടിച്ച് പോകാൻ പാടില്ല. അത് ഇത് എന്താ ഈ പാവം അവിടുന്ന് വണ്ടി കയറി ഇവിടെ വരുക, കലവൂര് വരെ വരും, എറണാകുളത്ത് നിന്ന് കലവൂര് വരെ വന്ന് അവർ നോക്കിയപ്പോ എന്തോ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ട്, പ്രായമായിട്ടുള്ള സ്ത്രീ. അപ്പൊ ഇവർ രണ്ടുപേരുടെ വെള്ളമടിച്ചിട്ടിരുന്നപ്പോഴത്തേക്ക് ഇവര് വന്ന് കയറി കാണും, ഇവരെ കൊണ്ടുവന്നാണ്. അവരെ കൊല്ലുന്നതിന് മുമ്പേ അവർ കുഴിയൊക്കെ എടുത്തു വെച്ചിരിക്കുക, കൊന്നു കുഴിച്ചിടാനായിരുന്നു. കൂട്ടിക്കൊണ്ട് വന്നാണ് പറയുന്നത്. പോയി വിളിച്ചോണ്ട് വന്നേ ഈ ശർമിള, പോയി വിളിച്ചോണ്ട് വന്നേ. സാധാരണ സാരി എടുക്കുന്ന ഒരു ചുരിദാർ ഇട്ടുകൊണ്ടാണ് സഞ്ചരിച്ചിരിക്കുന്നത്. കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്, കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടായിരുന്നു. പോലീസ് കണ്ടെത്തട്ടെ, പിടിക്കട്ടെ, രണ്ടിനെയും പിടിക്കണം. അതെ.